അത് എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് വണ്ടി തട്ടിക്കഴിഞ്ഞാൽ വണ്ടി കൊണ്ടു കൊടുക്കുക, പുത്തൻ വണ്ടി എടുക്കുന്ന ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. കേരളത്തിൽ മറ്റൊരാളും കൊടുക്കാത്തൊരു ഓഫർ റേറ്റിന് വോക്സ്വാഗന്റെ പോളോ, അതും റെഡ് കളറ്, ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2017 നവംബർ വണ്ടി കേട്ടോ. 17 ലാസ്റ്റ് മോഡൽ വരുന്ന പോളോ ഹൈലൈന് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന അപ്രോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങി അതേ മോഡൽ തന്നെ വരുന്നുണ്ട്. ഇത് വെറും 100 കിലോമീറ്റർ ഓടി ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ക്ലച്ച് ഡീസൽ 7,25,000 വരെ ലോണും ചെയ്യാം. അപ്പൊ നമുക്ക് ക്യാഷ് ബാക്കിൽ കൊണ്ടാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി വണ്ടി. ആകെ 2 വണ്ടി നമ്മുടെ കയ്യിൽ റീവണ്ടി ഉള്ളത്. ഈ 2 ഇറ്റിയോസ് ആണത്. രണ്ടും റീവണ്ടിയാണ്. ഫുള്ള് ലോൺ ചെയ്യാം. ഒറ്റ ഓണർഷിപ്പ് ആട്ടോ. ഒരു റീപ്ലേസും വണ്ടിയിലില്ല. 2 ലക്ഷം രൂപന്റെ മുകളിൽ ക്യാഷ് ബാക്ക് ഉണ്ട്. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ അങ്ങോട്ട് കൊണ്ടുപോകും ചെയ്യാം. ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടാനില്ലാത്ത വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40ന്റെ സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞു. 50 ഓടി ഓട്ടോമാറ്റിക് ZDI വരുന്ന വാഹനം, 7 സീറ്റർ വാഹനം, സൺറൂഫ് വരെ വരുന്ന വാഹനം, മഹീന്ദ്ര SUV 500 അല്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ്, സിംഗിൾ ഓണർ, കേരള വണ്ടി, പുത്തൻ ഇൻഷുറൻസ്, 4 ടയർ, ഒരു 90% 4 ടയർ ഉണ്ട്. കമ്പനി അലോയ്സ് സോണറ്റ്. അത് 2 വണ്ടികളുണ്ട്. കാരണം അതിന്റെ ഫീച്ചേഴ്സും അതെ അതിന്റെ മൈലേജും കാര്യങ്ങളും എല്ലാം കൂടിയാണ്. ഇത് നമുക്ക് ഡീസൽ വേരിയന്റ് ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടിയാണ്. RS ആണ്. RS വരുന്നുണ്ട്. അതാണ് ഫുൾ ഓപ്ഷൻ. ഒരുപാട് ആളുകൾ പറയാറുണ്ട്. RS ഓപ്ഷൻ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നതാണ്. RS നമ്മളെ കയ്യിലുണ്ട്. അത് ടോപ്പ് എൻഡ് അല്ല, RS ആണ് ടോപ്പ് എൻഡ് ഓപ്ഷൻ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് RB മോട്ടോഴ്സിന്റെ രണ്ടാമത്തെ കിടിലൻ ഓണർ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള മിക്ക ബ്രാൻഡുകളുടെയും മിക്ക SUVകളും കോമ്പാക്ട് SUVകളും നമുക്ക് ഫുൾ ഓണിലും ക്യാഷ് ബാക്കിലും ലക്ഷങ്ങൾ വിലക്കുറവിലും ആണെങ്കിൽ നമ്മളെ വീഡിയോ മിസ്സാക്കേണ്ട, ഫുള്ള് കണ്ടോളി. അപ്പൊ സമീർക്ക, ഓണത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്കീം നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് പുത്തൻ വാഹനത്തിന് വരുന്ന അതിലും കുറഞ്ഞ EMI നമുക്ക് വാഹനം കൊടുക്കാൻ പറ്റും. 7 വർഷത്തിനാണ് പുതിയ വാഹനം EMI കൊടുക്കുക. നമ്മൾ 5 വർഷത്തേക്ക് 60 മാസത്തേക്ക് പെർ ലാക്കിന് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ 6% ഇൻട്രസ്റ്റില് പെർ ലാക്ക് 2,199 രൂപക്ക് ഇന്ന് കേരളത്തിൽ മറ്റൊരാളും കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യാണ്. 2000 പുതിയ കാറിന്റെ EMI അന്വേഷിച്ചോളി. 5 വർഷത്തെ പുതിയ കാറിന്റെ EMI നിങ്ങൾ അന്വേഷിച്ചോളി. അതിലും വില കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 6% ഇൻട്രസ്റ്റിൽ 750 സിബിൽ വേണം. 1 കൊല്ലത്തെ ട്രാക്ക് വേണം. 6 മാസത്തെ അടിപൊളി ബാങ്കിങ്ങും വേണം. നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അടിപൊളി ഓഫറാണ്. അത് മിസ്സാക്കണ്ട. പക്ഷെ അതിലേറെ ഓഫർ നമ്മൾ ഒന്നും കൊടുക്കലുണ്ട്. ക്യാഷ് ബാക്കും ക്യാഷ് ബാക്ക് ഉണ്ട്. അത് 4 ലക്ഷം വരെ ക്യാഷ് ബാക്ക് ഉള്ള വാഹനം ഇപ്പൊ നിലവിലുണ്ട്. 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ നമ്മളോട് നിലവിലുണ്ടായിട്ടുണ്ട്. 4 ലക്ഷം വരെ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് വണ്ടി എടുക്കുമ്പോൾ 4 ലക്ഷം അങ്ങോട്ട് കൊടുക്കുക. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതും ഫുള്ള് കമ്പനി സർവീസ് ഉള്ള സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ വാഹനങ്ങളാണ് അധിക വാഹനവും. അത് ഒറിജിനൽ കേരള. ഒരു വാഹനത്തിന് നമ്മൾ നമ്പർ ഐഡിയ ഇല്ല. വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഹിസ്റ്ററി ചെക്ക് ചെയ്യുക. എല്ലാ വാഹനത്തിന്റെയും ഇൻഷുറൻസ് ക്ലെയിം അടക്കം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. കാരണം ആരും ഇപ്പൊ ചെയ്യുന്നില്ല. ഷോറൂമിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യുന്നില്ല. കമ്പനി പോയി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപന്റെ ക്ലെയിം പറയും, 3 ലക്ഷം രൂപന്റെ ക്ലെയിം പറയും. അപ്പൊ കമ്പനിയിൽ നിന്ന് ചെയ്യാതെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇൻഷുറൻസിൽ തന്നെ ക്ലെയിം എടുത്തുകൊണ്ട് ചെയ്യുന്ന ആളുകളാണ് 90% ആളുകളും. അപ്പൊ ശ്രദ്ധിക്കുക. ഷോറൂം ഹിസ്റ്ററി നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. കമ്പനി ക്ലെയിം ഹിസ്റ്ററി നോക്കുക, എന്നിട്ട് വണ്ടി എടുക്കുക. ഒരു കഴിഞ്ഞ പാർട്ടിൽ നിങ്ങൾ കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഒരു ഇൻട്രോ തരികയാണ്. അതായത് ബലീന ഹെഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് 12 സംതിങ് ഏകദേശം 13 അടുത്ത് വരുന്ന വണ്ടി. നമ്മൾ എത്ര രൂപയുടെ 7.25 ലക്ഷം രൂപക്ക് ആൽഫ ട്ടോ. 2022 ലാസ്റ്റ് ന്യൂ മോഡൽ വരുന്ന ആൽഫ 360 ക്യാമറ ഒക്കെ വരുന്ന സാധനമാണ്. 5-6 ലക്ഷം രൂപ കുറച്ചിട്ടാണ്. അതേപോലെ ക്രെറ്റ, ഇതിന് 8 ലക്ഷം രൂപന്റെ വ്യത്യാസത്തിൽ 21,54,000 രൂപ ബില്ല് വില 2020 വന്നിട്ടുള്ള ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് ഇന്ന് വെറും 13.25 ലക്ഷം രൂപയ്ക്ക്, ഏകദേശം 7 ലക്ഷം രൂപ കുറവ്. അപ്പൊ ആ പാർട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ ആദ്യമേ തുടങ്ങുന്നത് ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു 7 സീറ്റർ വാഹനം, സൺറൂഫ് വരെ വരുന്ന മഹീന്ദ്ര SUV 500 അല്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ്, സിംഗിൾ ഓണർ, കേരള വണ്ടി, പുത്തൻ ഇൻഷുറൻസ്, 4 ടയർ, ഒരു 90% 4 ടയർ ഉണ്ട്. കമ്പനി അലോയ്സ് W10 ഏറ്റവും ടോപ്പ് 10 എയർ ബാഗ് കമ്പനി വരുന്ന വാഹനം. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം അല്ല.
അത് നമുക്ക് കിഡ്ഡിക്കാറ്റ് സ്പേസും ആണ്. അത് നമുക്ക് നല്ല മൈലേജ് കിട്ടും. ഈ ഒരു 7 സീറ്ററിന്റെ ലെവലിൽ നമുക്ക് നോക്കുമ്പോൾ നല്ല മൈലേജും കിട്ടും. അതേപോലെ തന്നെ ബ്ലാക്ക് ആട്ടോ, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. 2015 മോഡൽ ആണെങ്കിലും 2018 വണ്ടിയുടെ ക്വാളിറ്റി വാഹനമുണ്ട്. ബ്ലാക്ക് വാഹനമൊന്നും ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടാറില്ല. വെറും 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസലാണ്. ഫുൾ സർവീസ് ഹിസ്റ്ററി, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ടയർ ഭാഗം നോക്കിയാൽ 490% ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാൻസി നമ്പറും ഉണ്ട്. അതെ. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് മാർക്കറ്റിൽ 8.5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 8.5 ലക്ഷം രൂപയിൽ 10 ലക്ഷം വരെ ലോൺ ചെയ്യാം. 15 ആയതുകൊണ്ട് 3 കൊല്ലം 4 കൊല്ലം നമുക്ക് കിട്ടുള്ളൂ. 3-4, അതായത് 3-3.5, 4 ആ റേഞ്ചിലാണ് ലോൺ കിട്ടുള്ളൂ. 15 ആയതുകൊണ്ട് 16 മുകളിലാണെങ്കിൽ നമുക്ക് 5 കൊല്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ മാക്സിമം ലോണും ചെയ്യാം. അതുപോലെ തന്നെ വണ്ടി ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സിംഗിൾ ഓണർ ആണ്. കേരള വണ്ടിയാണ്. സൺറൂഫ് വരെ വരുന്ന 7 സീറ്റർ ആണ്. അടുത്ത ഒരു കിഡ്ഡിക്കാച്ചി ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക്. അതായത് 2017 ആണ്. സിംഗിൾ ഓണർ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്കിലാണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡയമണ്ട് കട്ട് വീല് എല്ലാം വരുന്ന വാഹനം കേട്ടോ. അത് നമുക്ക് 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഷോറൂം സർവീസ് ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. മേജർ ആക്സിഡന്റോ മൈനർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും വാഹനത്തിൽ നിലവിലില്ല. സർവീസ് ബുക്ക് ഉണ്ട്. സെക്കൻഡ് ചാവി ഉണ്ട്. ഈ ഒരു വാഹനം നല്ല നമ്പറും കിട്ടിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ആണ്. ഈ ഒരു വാഹനം നമുക്ക് 7.25 ലക്ഷം രൂപക്ക് കൊടുക്കാം. വണ്ടി 8 ലക്ഷത്തിന്റെ മുകളിൽ ലോണും ചെയ്ത് കൊടുക്കാം. അപ്പൊ ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടിയാണ്. RS കേട്ടോ, RS ആണ്. RS S വരുന്നുണ്ട്. അതാണ് ഫുൾ ഓപ്ഷൻ. ഒരുപാട് ആളുകൾ പറയാറുണ്ട്. RS Z ഓപ്ഷൻ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന വാഹനം. RS S നമ്മളെ കയ്യിലുണ്ട്. അത് ടോപ്പ് എൻഡ് അല്ല. RS Z ആണ് ടോപ്പ് എൻഡ് ഓപ്ഷൻ വരുന്നത്. അടുത്തതാണ് നമുക്ക് ഇന്ന് എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് കിയയുടെ സോണറ്റ്. അത് 2 വണ്ടികളുണ്ട്. കാരണം അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ മൈലേജും കാര്യങ്ങളും എല്ലാം കൂടിയാണ്. ഇത് നമുക്ക് സൺറൂഫ് ഡീസൽ വേരിയന്റ്. ഏകദേശം 24 വരെ 20ന്റെ മുകളിൽ എന്തായാലും കിട്ടും. 22, 23 ആ റേഞ്ചിലൊക്കെയാണ് മൈലേജ് കിട്ടുന്നത്. DRL കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2020 മോഡൽ വരുന്നതാണ്. 20 ലാസ്റ്റ് ആണ് കേട്ടോ. ഡീസൽ ആണ്. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപക്ക് നല്ല ബെസ്റ്റ് പ്രൈസ് ആണ്. ഫുള്ള് കമ്പനി സർവീസ്. അതായത് 60 സംതിങ് കിലോമീറ്റർ സർവീസ് കഴിഞ്ഞു. ഇപ്പൊ 70 ഓടിയിട്ടുണ്ട്. A to Z ഷോറൂം സർവീസ് ഉണ്ട്. സർവീസ് ബുക്ക് ഉണ്ട്. സെക്കൻഡ് ചാവി ഉണ്ട്. എല്ലാം വരുന്ന ഒരു സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള വാഹനം. ടയർ ഭാഗങ്ങളൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം കൂടിയില്ല. 20 ലാസ്റ്റ് കേട്ടോ. 20 ലാസ്റ്റ് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വാഹനം 10 ലക്ഷം രൂപ കൊടുക്കാം. ലോണ് 10 ലക്ഷത്തിൽ 9 ലക്ഷം വരെ ലോൺ ചെയ്യാം. അപ്പൊ നമുക്ക് ഡീസലാണ്. സൺറൂഫ് വരെ വരുന്ന മൈലേജ് കിട്ടുന്ന നല്ലൊരു അടിപൊളി വാഹനം. ഇനി അതിന്റെ കൊട്ട് താഴെയുള്ള ഒരു ഓപ്ഷൻ അല്ലേ. 2020 മോഡല്, 21 ഡെലിവറി, 21 രജിസ്റ്റർ, സിംഗിൾ ഓണർ. ഇത് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപക്ക്. ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് നമുക്ക് 7 ലക്ഷം രൂപക്ക് 21 രജിസ്റ്റർ വരുന്ന. ഇത് പെട്രോൾ ആട്ടോ. മറ്റത് ഡീസലാണ്. ഇത് പെട്രോൾ ആണ്. ഏകദേശം കമ്പനി പറയുന്ന ഒരു 18 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് കിട്ടുന്നതാണ്. ഒരു 15 കൂട്ടിയാൽ 15-16 ആ റേഞ്ചിൽ കൂട്ടിയാൽ മതി. കാരണം 2000 ഒരുവിധം പെട്രോൾ വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഇത് 1.2 ആണ് എഞ്ചിന്. ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റും. മൈലേജ് കിട്ടും. 1.2 ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഈ ഒരു വാഹനം നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം വെറും 7 ലക്ഷം രൂപ കൊടുക്കാം. അതിൽ 6.25 ലക്ഷം, 50 റുപ്യ 70 റുപ്യ ഉണ്ടെങ്കിൽ വാഹനം ഇറക്കാം. ബ്രസ ഓട്ടോമാറ്റിക് ആട്ടോ. ഡീസൽ ഓട്ടോമാറ്റിക്. കിട്ടാനില്ലാത്ത വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40ന്റെ സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞു. 50 ഓടി ഓട്ടോമാറ്റിക് ZDI വരുന്ന വാഹനം. ഡീസലില് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഓട്ടോമാറ്റിക് വരുന്ന വാഹനം. കാരണം അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. 24ന്റെ മുകളിലാണ് മൈലേജ് കമ്പനി പറയുന്നെങ്കിലും 20ന്റെ മുകളിൽ കിട്ടുന്നുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക്കില്. അതായത് മാനുവലിന്റെ മൈലേജ് നമുക്ക് കിട്ടുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. അതെ, കമ്പനി പറയുന്ന മാനുവലിനേക്കാളും മൈലേജ് ഉള്ള വാഹനമാണ് ബ്രസീൽ ഓട്ടോമാറ്റിക്. നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. മാരുതി പൊതുവെ അങ്ങനെയാണ്. ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കാണ് മൈലേജ് കൂടുതൽ ഓഫർ ചെയ്യുക. അതെ, 2019 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ, ഡീസൽ ഓട്ടോമാറ്റിക് ZDI വരുന്ന വാഹനം.
Okay. എല്ലാ ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, അലോയ് വീൽസ്, നല്ല അടിപൊളി സീറ്റ് കവർ, ക്ലൈമറ്റ് കൺട്രോൾ, AC, 2 ക്യാമറ വരുന്നുണ്ട്. അതെ, കമ്പനി ഭയങ്കര എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ക്യാമറ കാര്യങ്ങൾ, എയർ ബാഗ്, ABS, മിറർ, ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ കമ്പനി ബേസ് ആണ്, ബേസിക് ആയിട്ട് കിട്ടുന്നുണ്ട്. അതെ അതെ, അതേപോലെ ബ്ലാക്ക് അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാം കമ്പനി അലോയ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് മാർക്കറ്റിൽ 10 ലക്ഷത്തിന്റെ മുകളിലാണ് വിൽപ്പന. 19 ഡീസൽ 50 ഓടിയ വണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു വാഹനം അല്ലാതെ 1.5 ഓടിയ വണ്ടിന്റെ ഈ വാഹനം നമുക്ക് 9.5 ലക്ഷം രൂപ കൊടുക്കാം. 8.25 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കുക. 10 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മള് കഴിഞ്ഞ പാർട്ടിൽ വന്ന വണ്ടികളാണ്. ഒരുപാട് ഒരു സെക്കൻഡ് ജനറേഷൻ വേണ്ടവർക്ക് ഇതാണ് KL17 നല്ല ഫാൻസി നമ്പർ 77 87 ഒക്കെ വരുന്ന സെക്കൻഡ് ജനറേഷൻ. അപ്പൊ ക്രെറ്റന്റെ ഏത് ജനറേഷൻ വണ്ടി സൺറൂഫ് വരെ വരുന്നുണ്ട്. ഈ ജനറേഷനിലാണ് സൺറൂഫ് വരുന്ന, വയർലെസ് ചാർജർ വരുന്ന, ഓട്ടോമാറ്റിക്കലി ക്ലൈമറ്റ് കൺട്രോൾ AC കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഏറ്റവും ടോപ്പ് എൻഡ്. ഡീസൽ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ഇപ്പൊ വന്നിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഈ വാഹനം നമുക്ക് ഇന്ന് 12-12.25 മാർക്കറ്റിൽ വിൽപ്പനയുള്ള വാഹനമാണ്. 2018 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് XX ഏറ്റവും 1.6 ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന ഈ ഒരു വാഹനം നമുക്ക് 10.5 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപ, 2 ലക്ഷം രൂപന്റെ മുകളിൽ ക്യാഷ് ബാക്ക് കൊടുക്കാം. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ അങ്ങോട്ട് കൊണ്ടുപോകും ചെയ്യാം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. നമ്പറൊക്കെ ചെക്ക് ചെയ്ത് ഒരു ക്ലെയിമും വണ്ടിയിൽ വന്നിട്ടില്ല. നല്ലൊരു 77 ഒരു സീരിയസ് ഫാൻസി നമ്പർ എന്ന് പറയാം. അതാണ് സെയിം ഓപ്ഷൻ തന്നെ, സെയിം ജനറേഷൻ. ഇത് ഡീസലാണ്. ഓട്ടോമാറ്റിക് ഇല്ലാത്തവർക്ക് മാനുവൽ ഉണ്ട്, പെട്രോൾ വേണ്ടാത്തവർക്ക് ഡീസൽ ഉണ്ട്. അങ്ങനെ ഏത് ഓപ്ഷൻ ഉണ്ട്? ഫസ്റ്റ് ജനറേഷൻ വേണ്ടത് അതുണ്ട്, സെക്കൻഡ് ജനറേഷൻ വേണ്ടവർക്ക് അതുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മൾ കാണിച്ച കറക്റ്റുകൾ 5 ഉണ്ട്. അത് 4 സിംഗിൾ ഓണർഷിപ്പ് ആണ്, 1 മാത്രമേ സെക്കൻഡ് ഓണർ ഉള്ളൂ. ഇത് 18 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഡീസലിൽ 1.6 XX ഓപ്ഷൻ വരുന്ന വാഹനം. അതായത് 6 സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ് ഇതിനും വരിക. 1.6 ആണ്. 1.4 നമ്മളെ കയ്യിൽ വേറെ സ്റ്റോക്ക് ഉണ്ട്. ഇത് 1.6 XX വരുന്ന ഡീസൽ മാനുവല്, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് മാർക്കറ്റിലും 12 ലക്ഷം രൂപക്കൊക്കെ വിൽപ്പന ഉള്ള വാഹനം 9.25 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസിനേക്കാൾ 9.25 ലക്ഷം രൂപയിൽ 11 ലക്ഷം വരെ ലോൺ ഈ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 ലക്ഷത്തിന്റെ താഴെ. അപ്പോഴും നമുക്ക് എങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചും ക്യാഷ് ബാക്ക് ആയിട്ട് കൊണ്ടുപോകാം. അടുത്തൊരു ന്യൂ മോഡൽ വാഗണർ, ഇതെങ്ങനെയായിരുന്നു? ഇത് 2020 ഡിസംബർ വരുന്നതാണ്. 20 ലാസ്റ്റ് വരുന്ന 2020 ലാസ്റ്റ് വരുന്ന 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന VXI ഓപ്ഷനൽ VXI ഓപ്ഷനല്. ഈ ഒരു വാഹനം കമ്പനി സർവീസ് കേട്ടോ, എല്ലാ സർവീസും ഷോറൂമിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 90% ടയർ ഉണ്ട്. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കുക. VXI ഓപ്ഷൻ ആണ് വരുന്നത്. സെൻസർ കാര്യങ്ങളുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, ABS ബ്രേക്ക് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക്, റിമോട്ട് ഒക്കെ കമ്പനി വരുന്ന വാഹനം. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് കേരളത്തിൽ മറ്റൊരാളും കൊടുക്കാത്തൊരു ഓഫർ റേറ്റിന് 4,95,000 രൂപ നമ്മൾ ചോദിക്കുന്നത് 490 കൊടുക്കാം. 490. അതായത് പഴയ മോഡലിന്റെ റേറ്റിനാണ് പുതിയ മോഡൽ. 2020 ലാസ്റ്റ് കമ്പനി സർവീസ് അല്ലാതെ പുറത്തുനിന്ന് ഒരു സർവീസ് ചെയ്തിട്ടില്ല വണ്ടി. അതെല്ലാ സർവീസും ഷോറൂമിൽ ഫുള്ള് ലോൺ ചെയ്തു. ഇതും ഫുൾ ആണ്, ലോൺ ചെയ്തു. ഇതാണ് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന വാഹനമാണ് ലിവ. എങ്ങനെയായിരുന്നു? നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ വണ്ടികളും ഒരു തട്ടില്ലാത്ത വണ്ടികൾ, റീപ്ലേസിൽ. ഇത് റീപ്ലേസ് ഉള്ള തട്ടിയ വണ്ടിയാണ്. 2016 ലാസ്റ്റ് മോഡല് തട്ടിയ വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാന്ന് ഷോറൂമിൽ കമ്പനി ഇൻഷുറൻസിൽ കമ്പനി ഒരു പുതിയ വണ്ടി മാറ്റി കൊടുത്ത വണ്ടിയാണ്. ആകെ 157 കിലോമീറ്റർ ഓടിയ കമ്പനി ഈ വണ്ടി മാറ്റി കൊടുത്തു ഷോറൂമിൽ. ഈ ഗ്ലാസ് മാറിയിട്ടുണ്ട്, ബോണ്ട് മാറിയിട്ടില്ല. അതിന്റെ നമുക്ക് അതിന്റെ ഉൾഭാഗം ചെക്ക് ചെയ്തിട്ട് വണ്ടി എന്ന് പറയുമ്പോ എങ്ങനെ തട്ടുള്ള വണ്ടിയാണ് നമുക്ക് അപ്രോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങി അതേ മോഡൽ വരുന്നുണ്ട്. ഇത് വെറും 100 കിലോമീറ്റർ ഓടിയപ്പോ കമ്പനിയിൽ നിന്ന് ഈ ഒരു ബോണ്ടിന്റെ ഇത്ര ഒരു ഭാഗം ചെറിയൊരു ക്ലെയിം നടത്തിയിട്ടുണ്ട്. ഇത്ര ഭാഗം ബാക്കിയൊക്കെ കമ്പനി ഫെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗ്ലാസ് മാറിയിട്ടുണ്ട്.
ഈ ഒരു വാഹനം ഇന്ന് 5.5 ലക്ഷം റുപ്യക്ക് മാർക്കറ്റിൽ വിൽക്കും. ഈ ഒരു വാഹനം നമുക്ക് 4.90 കൊടുക്കാം. 4.90. ഏകദേശം നമുക്ക് ലോണ് 5.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. അപ്പൊ നമുക്ക് 60 റുപ്യ ക്യാഷ് ബാക്കിൽ ക്യാഷ് ബാക്ക്. ഇനിയിപ്പോ ക്യാഷ് ബാക്കുള്ള വണ്ടികൾ തട്ടിയ വണ്ടികളെന്ന് പറയണ്ട, ഈ വണ്ടി തട്ടിയതുകൊണ്ടാണ് നമ്മൾ തട്ടിയ വണ്ടി എന്ന് പറയുന്നത്. ലിവക്ക് നമുക്ക് 1 ലക്ഷം റുപ്യ ഇല്ലാതെ വണ്ടി ഇറക്കലില്ല. അപ്പൊ ക്യാഷ് ബാക്ക് കിട്ടാൻ കാരണം ഇതാണ്, അതിന്റെ ആ ഒരു മൈന്യൂട്ട് കൊണ്ടാണ്. അതുകൊണ്ട് തട്ടിയ വണ്ടികളാണെന്ന് മറ്റേ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അടുത്തൊരു ഡീസൽ 7 സീറ്റർ എർട്ടിക, അതായത് നമുക്ക് ഒരു 10-15 മൈലേജും കിട്ടും, ഏഴാൾക്ക് സുഖമായിട്ട് പോകും. എങ്ങനെയായിരുന്നു? 2014 സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, VDI ആണ് ഡീസൽ. ഓക്കെ, എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഡീസലിന് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനം. പിന്നെ എർട്ടിക്കനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫുള്ള് കമ്പനി സർവീസ്. ഓക്കെ, ടയർ ഭാഗങ്ങളൊക്കെ ഫുള്ള് ഓക്കെയാണ്. ഇൻഷുറൻസ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്. ഇത് നമ്മളെ മലയാള മനോരമന്റെ മാനേജിംഗ് ഡയറക്ടർ വണ്ടിയാണ്. ഓക്കെ, ഷോറൂം സർവീസ് അല്ലാതെ ഒരു സർവീസ് പോലും പുറത്തു ചെയ്തിട്ടില്ല. അത്രയും ക്വാളിറ്റി റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. ബമ്പർ മാത്രമേ റീപ്ലേസ് ഉള്ളൂ, ബാക്കിയുള്ള ഗ്ലാസ്, ബോണ്ട്, ഡോറ് കാര്യങ്ങൾ ഒന്നും റീപ്ലേസ് ഇല്ല. 20 വണ്ടിയുടെ അതേ ക്വാളിറ്റിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു ഫ്ലോർ മാറ്റ് ഒന്ന് വിരിച്ചാൽ മാത്രം മതി. നമ്മൾ ബാക്കി എല്ലാം പക്കയാണ്. ബാക്കത്തെ ഒരു ഷോക്ക് ഓബ്സർ ചെറിയൊരു മൈനോട്ട് ആക്ഷൻ കുറവുണ്ട്. അത് മാറുമ്പോൾ രണ്ടും ഒരുമിച്ച് മാറാൻ പറ്റുള്ളൂ. 2200 റുപ്യ ഒന്നിന് വരുന്നത്, 4 റുപ്യൻ്റെ ഉള്ളിൽ അത് മാറാം. അത് ഞാൻ മാറാത്തെന്ന് വെച്ചാൽ അത് ചില ആളുകളോട് പറഞ്ഞു കൊടുത്തൊരു കുഴപ്പമില്ല. അത് 4 റുപ്യന്റെ കേസാണ്. മാറുമ്പോൾ ഒന്ന് മാത്രമേ നമ്മൾ മാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന കൂടി കംപ്ലൈന്റ് ആവും. അങ്ങനെ ചെയ്യരുത് എഴുതിയിട്ടാണ് രണ്ടും ഒരുമിച്ച് മാറുക. ഷോക്ക് അവസരം മാറുമ്പോൾ നമ്മൾ ലോണ് 5 ലക്ഷം രൂപ ഈ വണ്ടിക്ക് വരില്ല. 14 ലാസ്റ്റ് സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത എർട്ടിക 4 ലക്ഷത്തിന് 4.5 ലക്ഷം വരെ ലോണും ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല ട്രാക്കിന് 50 റുപ്യ അല്ല. അതാണ് വീണ്ടും ക്രെറ്റ. ഇന്ന് ക്രെറ്റന്റെ പൂരാണല്ലോ. അതെ, ക്രെറ്റ. ഇത് കൊടുവള്ളി രജിസ്ട്രേഷൻ 2016 ഡിസംബർ വരുന്ന വാഹനം കേട്ടോ. നല്ല ഫാൻസി നമ്പർ. 1.4 ആണ്. മൈലേജ് ഉണ്ടാവും. 1.4 ആകുമ്പോൾ നമുക്ക് 18ന്റെ മുകളിൽ മൈലേജ് ഉണ്ട്. 20 മൈലേജ് കിട്ടും. ഡീസൽ ആണ്. E+ വരുന്ന എഞ്ചിന്, അതായത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതുപോലെ തന്നെ എയർ ബാഗ്, ABS ബ്രേക്ക്, കമ്പനി സെറ്റ് മാറിയിട്ട് ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാം, ലെതർ സീറ്റ്, അലോയ് വീലും ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്ര നമ്മള് ചോദിക്കണം? 6.90. അതെ, ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് ക്രെറ്റ ഡീസൽ 7,25,000 വരെ ലോണും ചെയ്യാം. അപ്പൊ നമുക്ക് ക്യാഷ് ബാക്കിൽ കൊണ്ടാൻ പറ്റുന്ന ഒരു കിട്ടിക്കാച്ച് വണ്ടി. അടുത്ത തവണ നമ്മള് ലക്ഷങ്ങൾ വിലക്കുറവിൽ എന്ന് പറയാം. അതായത് ഒരു പ്രീമിയം സെഗ്മെന്റില് ഇന്ന് നമ്മള് ചോദിച്ചു ഫോക്സ് വാഗന്റെ വെന്റോ. അതെ, വെന്റോ. ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം 2017 ലാസ്റ്റ് മോഡൽ, 17 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ്. ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ വേരിയന്റ്. ഡീസൽ മൈലേജ് 18 എന്തായാലും കിട്ടും. 1.5 വെന്റോ, അതും കംഫർട്ട് ലൈൻ ആണ്. അതായത് എല്ലാ ഫീച്ചേഴ്സും വരും. എയർ ബാഗ്, ABS ബ്രേക്ക്, അതുപോലെ തന്നെ മിറർ, ഇലക്ട്രിക്കൽ, അതുപോലെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ കറക്റ്റ് സർവീസ് ഉള്ള വാഹനം. ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. 90,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. സേഫ്റ്റിയുടെ കാര്യമൊന്നും പറയണ്ട. റീപ്ലേസ്, ആക്സിഡന്റ് കാര്യം ഒന്നും വാങ്ങിക്കില്ല. ഒന്നുമില്ല. ഒറ്റ ഓണർഷിപ്പ്. 2 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ കൊടുക്കാം. 2 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ. അതെ. അപ്പൊ എത്ര നമ്മൾ ചോദിക്കുന്നത്? 5.90 വണ്ടി കൊടുക്കാം. 2 ലക്ഷം രൂപ ക്യാഷ് ബാക്കും കൊടുക്കാം. അപ്പൊ സംതിങ് വരെ നമുക്ക് ലോൺ പാസ്സാക്കാം. സംതിങ് വരെ ലോൺ ചെയ്യാം. അത് ഒരു ഓണറോട് റീപ്ലേസ് ഇല്ല. ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ മതി. 2017 വോക്സ്വാഗന്റെ വെന്റോ ഡീസൽ കംഫർട്ട് ലൈൻ 90,000 കിലോമീറ്റർ. അതേപോലെ നമ്മൾ കഴിഞ്ഞ ഇതിലൊരു 7 സീറ്റർ പറഞ്ഞിരുന്നു. അതെ, ഇതിലിതാ സാധാരണക്കാരന് പറ്റുന്ന വൈറ്റില് ഒരു TUV 300. അതെ, ഇതെങ്ങനെയായിരുന്നു നമുക്ക് മോഡൽ കാര്യം? T8. അത് ഏറ്റവും ടോപ്പ് ഉണ്ട്. സിംഗിൾ ഓണർ. ഓക്കെ, ഡീസല് സിംഗിൾ ഓണർ ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടി. 2016 ലാസ്റ്റ്. T8 എന്ന് പറയുമ്പോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് ഓപ്ഷൻ വരുന്നതാണ്. എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്നുണ്ട്. റീപ്ലേസ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 7 സീറ്റർ വാഹനം. 18 മൈലേജ് കിട്ടും. അതുപോലെ ടയർ കണ്ടീഷൻ ഒരു 90%. 4 ടയറും ഫുള്ളാണ്. അലോയ് വീല് വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. ഈ ഒരു വാഹനം നമ്മൾ 6 ലക്ഷം രൂപ ചോദിച്ച വണ്ടിയാണ് 5.25 ലക്ഷം രൂപ കൊടുക്കുക. 5.25 ലോണ് ഫുള്ള് ലോൺ ചെയ്യാം. ഒറ്റ ഓണർഷിപ്പ് ആട്ടോ. ഒരു റീപ്ലേസും വണ്ടിയിലില്ല. 5,75,000 രൂപ ഫുള്ള് ലോൺ ചെയ്തു.
ഇനി അതൊന്നും പവർ പോരാ, ഒന്നുകൂടി വലുത് വേണം, ഇതവിടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ കൊണ്ടുപോകാം. ഒറിജിനൽ കേരള വാഹനമാണ് ഇത്. 5 ലക്ഷം രൂപ കൊടുക്കട്ടോ. 5 ലക്ഷം രൂപ. റീപ്ലേസ് ഇല്ലാത്ത XUV 500 അന്വേഷിച്ചിറക്കുന്നെങ്കിൽ ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനം. 7 സീറ്റർ ആണ്. ഒരു റീപ്ലേസും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. 140 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉള്ള വാഹനം. ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ചെറിയ പൈസക്ക് 5 ലക്ഷം രൂപക്ക് XUV 500 കൊണ്ടുപോകാം. അത് നമ്മൾ കിട്ടുകാച്ചി വണ്ടി കേരള വാഹനം, ഒറിജിനൽ കേരള വാഹനം. അടുത്ത തവണ വീണ്ടും ഡസ്റ്റർ. ഇത് 85 RS ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്നതാണ്. ആകെ 55,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. പിന്നെ 85 ആണ്, നല്ല മൈലേജ് ഉണ്ടാവും. 20 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് ഉണ്ടാവും. ടയർ ഭാഗം നോക്കണമെങ്കിൽ 4 പുതിയ ടയറാണ്. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നല്ല കിടിക്കാച്ചി വണ്ടി. അതെ, നമുക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. 48 സർവീസ് ഇപ്പൊ കഴിഞ്ഞു. 55 ഓടി. ഷോറൂമിൽ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഇതിലെല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് വീല് എല്ലാം വരുന്നതാണ്. ടയറൊക്കെ പുതിയ പുതിയ കോണ്ടിനെന്റ് 4 പുത്തൻ ടയർ, സബ് ആമ്പ് കാര്യം ഒക്കെ വണ്ടിയിൽ ചെയ്ത് എല്ലാം വരുന്നുണ്ട്. എത്ര 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8 ലക്ഷം. 19 റൈസർ വരുന്ന 18 മോഡൽ വണ്ടിയാണ്. 8.5 ലക്ഷം രൂപ കൊടുക്കാം. ലോണ് ഫുള്ള് ലോൺ ചെയ്യാം. അതാണ് എത്തിയോസ് അല്ലേ? എത്തിയോസ് ബാക്ക് ഡിക്കുള്ള ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ഇനിയിപ്പോ സ്വന്തമായിട്ട് ഇനി വല്ല പരിപാടികളൊക്കെ ചെയ്യുന്ന ആള് ആകെ 2 വണ്ടി നമ്മുടെ കയ്യിൽ റീവണ്ടി ഉള്ളത്. ഈ 2 ഇറ്റിയോസ് ആണത്. രണ്ടും റീവണ്ടിയാണ്. 2016 ലാസ്റ്റ് വാഹനം. ഷോറൂം ഹിസ്റ്ററി ഉണ്ട്. 2016 ലാസ്റ്റ്. 1.25 ലക്ഷം കിലോമീറ്റർ. 1.13, 1.20 ഉള്ളിലാണ് ഓടിയിട്ടുള്ളത്. ഈ GDSP കേട്ടത്. എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഉൾഭാഗം കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നീറ്റ് ആണ്. നമുക്ക് കണ്ടത് പക്ക പെർഫെക്റ്റ് വണ്ടി, പക്ക നീറ്റ് ക്വാളിറ്റി ഉള്ളതാണ്. ഗ്രേ കളർ ആണ്. ഗ്രേ കളർ പ്രത്യേക ഒരു ഇടുപ്പാണ് ഈ വണ്ടിയില്. 2016 ലാസ്റ്റ് വരുന്ന ഈ വാഹനം നമുക്ക് 5 ലക്ഷം രൂപക്ക് കൊടുക്കാം. നല്ലൊരു ബെസ്റ്റ് പ്രൈസിന്. ഏകദേശം ഒരു 20 മൈലേജും കിട്ടും. കുറഞ്ഞ മെയിൻ്റെനൻസ്. ഹിസ്റ്ററി ഉള്ള വാഹനം. അതെ, ഇപ്പൊ നല്ല ഫാൻസി നമ്പർ ഒക്കെ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ആണ് വന്നിട്ടുള്ളത്. നിലവിലൊരു ഒരു 4 ലക്ഷത്തിന്റെ ഉള്ളിൽ ഒരു 3 to 4 അകത്ത് ലോണും ചെയ്യാം. റീവണ്ടി ആണെങ്കിൽ ലോൺ കിട്ടാത്ത കുഴപ്പമില്ല, ലോണും ചെയ്യാം. അടുത്ത തവണ വീണ്ടും നമുക്കൊരു അതിന്റെ ഒരു കളർ ചേഞ്ച്, ഗോൾഡ് ഫിനിഷിംഗ്. 3.25 ലക്ഷം രൂപ കൊടുക്കാം. 3.25 ലക്ഷം രൂപ. 2011 ഡിസംബർ വരുന്ന വാഹനം. ഇപ്പൊ നിലവില് ഒരു ഡോറ് മാത്രം മാറിയിട്ടുള്ളൂ, ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. 2011 ലാസ്റ്റ് വരുന്ന ഡീസൽ എഞ്ചിന് വരുന്ന ഉള്ളു ഭാഗം കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നീറ്റ് ആണ്. എല്ലാം പക്ക നീറ്റ്. ടയർ കാര്യങ്ങളെല്ലാം എല്ലാ ഭാഗം ക്ലിയർ ആണ്. എല്ലാം പക്കയാണ്. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. നമുക്ക് 3.25 ലക്ഷം രൂപ കൊടുക്കാം. 20 കിലോമീറ്ററിന് മുകളിൽ 2 വണ്ടിക്കും മൈലേജ് കിട്ടും. അടുത്താണ് ഒരു ബഡ്ജറ്റ് റേഞ്ചില് കാര്യങ്ങളൊക്കെ ഉള്ള 7 സീറ്ററും ഓട്ടോമാറ്റിക് 7 സീറ്റർ. റെനോ ട്രൈബർ ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് 2021 ഡെലിവറി, 21 റൈസർ, 20 ലാസ്റ്റ് മോഡല്, സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, 4 പുതിയ ടയർ, റീപ്ലേസ് ഒന്നും വണ്ടിയിലില്ല. ഏറ്റവും ടോപ്പിന്റെ ഓപ്ഷൻ ആണ് RXZ ഉണ്ട്. ഇതിൽ ഓട്ടോമാറ്റിക്കലി RXL ആണിത്. ഈ വാഹനം നമുക്ക് നിലവിൽ 6,20,000 രൂപ കൊടുക്കാം. 6,20,000 ഫുള്ള് ലോൺ ചെയ്തു. അടുത്ത i20 എലൈറ്റ് i20. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ്. 17 മോഡല് ഡീസൽ i20, 88,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു വാഹനം നമുക്ക് RC കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. RC ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഈ വാഹനം നമുക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം ബെസ്റ്റ് പ്രൈസിന് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 2017 ഡീസൽ i20 എലൈറ്റ് വരുന്ന വാഹനം 5.5 ലക്ഷം രൂപ കൊടുക്കാം. റീപ്ലേസ് ഇല്ല കേട്ടോ. ഞാനൊരു ക്രോസ് മോഡൽ. അതായത് ഒന്നുകൂടി പെർഫോമൻസും ഫെസിലിറ്റീസും ഒക്കെ കൂടുതൽ പ്രീമിയം ലെവലില് ഒരു വാഹനമാണ്. 6,90,000 രൂപക്ക് 18 മോഡൽ i20 കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന്റെ ഡീസൽ, പുത്തൻ ഇൻഷുറൻസ്, ഫുൾ കമ്പനി സർവീസ്, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, കോർണർ ലൈറ്റ്, 6 എയർ ബാഗ് വരുന്ന വാഹനം. ഏറ്റവും ടോപ്പിന്റെ കിലോമീറ്റർ 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിൽ ഫുൾ ഹിസ്റ്ററി ഷോറൂമിൽ ഉണ്ട് കേട്ടോ. ഹിസ്റ്ററി ഉള്ള വണ്ടി. ഇതാവണോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം അല്ലെ? ചെക്കന്മാരെപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന വാഹനമാണ് വോൾസ്വാഗന്റെ പോളോ. അതും റെഡ് വണ്ടി, റെഡ് കളർ. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2017 നവംബർ വണ്ടി കേട്ടോ. 17 ലാസ്റ്റ് മോഡൽ വരുന്ന പോളോ ഹൈലൈന് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് കേരളത്തിൽ ഈ ഒരു പ്രൈസ് റേറ്റിൽ വേറെ
കിട്ടാണ്ടാവില്ല. മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. 1.25 ഓടിയിട്ടുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്. 2017 നവംബർ ഡിസംബർ ഒക്കെ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് 6.25 ലക്ഷം രൂപ കൊടുക്കാം. 6.25 ലക്ഷം. ബെസ്റ്റ് പ്രൈസ്. ബെസ്റ്റ് പ്രൈസ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് പോന്നാൽ മതി. ഒരു വണ്ടിന്റെയും നമ്പർ നമ്മൾ മായ്ക്കൂല. വണ്ടി എടുക്കുമ്പോൾ ഷോറൂം ഹിസ്റ്ററിയേക്കാൾ കൂടുതൽ ഇപ്പൊ ചെക്ക് ചെയ്യേണ്ടത് ഇൻഷുറൻസ് ക്ലെയിം ഹിസ്റ്ററി ആണ്. കാരണം ഷോറൂമിൽ ഒരുപാട് ആളുകൾ പോകുന്നില്ല. അതിലും അടിപൊളിയായി ബെസ്റ്റ് ക്വാളിറ്റിയിൽ സർവീസ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ഷോറൂമുകൾ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. അപ്പൊ ആളുകൾക്ക് ഹിസ്റ്ററിയിൽ കയറുന്നില്ല, വണ്ടി ക്ലെയിം ചെയ്ത് കിട്ടും ചെയ്യും. അതും ക്യാഷ്ലെസ്സിൽ ക്ലെയിം ചെയ്യുന്ന ഒരുപാട് ഷോറൂമുകൾ നമ്മൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് ഹിസ്റ്ററി മിക്കവാറും വണ്ടിയിൽ ചെക്ക് ചെയ്യുക. എന്നാലും ഒന്നും ബെറ്റർ ആണ്. ചെയ്യാൻ കഴിയാത്ത ആളുകൾ, നമുക്കൊക്കെ ഇപ്പോൾ ഒരു 23 ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഡയറക്റ്റ് ടൈപ്പാണ്. ഒരു പേടിയും പേടിക്കണം. പിന്നെ ഉഡായിപ്പ് ഇൻഷുറൻസ് ആരും എടുക്കരുത്. ഒരുപാട് ആളുകൾ ഇപ്പൊ ഇൻഷുറൻസിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. കാരണം നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. ആരും ഇപ്പൊ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തിട്ട് കാറ് കൊണ്ടെടുക്കുന്നത് കുറവാണ്. മോഡൽ കുറഞ്ഞ വണ്ടികളുണ്ടാവും. നമ്മളിപ്പോ വിൽക്കുന്നതും വാങ്ങുന്നതൊക്കെ 18ഉം 17ഉം മോഡൽ ആയതുകൊണ്ട് ആരും ഇപ്പൊ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കൂല. എടുക്കുന്ന ആളുകളിൽ ഒരിക്കലും നമുക്ക് പോളിസി കട്ടാക്കിയിട്ട് പ്രീമിയം കുറക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇന്നിപ്പോ നമ്മൾ കാണിച്ചൊരു വണ്ടിയിൽ തട്ടിയ വണ്ടി എന്ന് പറഞ്ഞു ഒരു 3500 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വണ്ടി നമ്മൾ ഷോറൂമിൽ നടക്കുമ്പോൾ ആ ഒരു പ്രൈസിനേക്കാളും നമുക്ക് ടാക്സ് ഇൻഷുറൻസിന്റെ ടൈം ക്ലെയിം കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. 3500 രൂപന്റെ ഇതാണ്. അത് എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടി കൊണ്ടു കൊടുക്കുക, പുത്തൻ വണ്ടി എടുക്കുന്ന ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ടാക്സ് പൈസ കയ്യിൽ കുറച്ചിട്ടാണ് ഇൻഷുറൻസിൽ ID വിടുക. എന്നാൽ അങ്ങനെയല്ല, അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകൾ ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇൻഷുറൻസ് തരുന്നത്. ഒരിക്കലും ഇൻഷുറൻസിൽ കൃത്രിമം ചെയ്യാതെ ഇതിൽ അടക്കുക. നമുക്ക് വണ്ടിക്ക് എന്ത് സംഭവിച്ചാലും പുതിയ വണ്ടി കിട്ടും. അത് ഒരുപാട് ആളുകൾക്ക് അത് അറിയില്ല. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടയർ നമ്മൾ പെട്ടെന്ന് തന്നെ മാറാൻ ആവശ്യമുണ്ടെങ്കിൽ ഈ മഴക്കാലാവുമ്പോൾ പെട്ടെന്ന് മാറുക. ഗ്രിപ്പ് കിട്ടാനും കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ്. ഈ 2 കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വാങ്ങിച്ച വാഹനങ്ങൾ 90% വാഹനങ്ങളും സിംഗിൾ ഓണർഷിപ്പ് വാഹനങ്ങളാണ്. 90% വാഹനങ്ങളും ഫുള്ള് ലോൺ ലഭിക്കുന്ന വാഹനങ്ങളാണ്. ഓപ്ഷൻ ഒരുപാട് ഓഫറുള്ള വാഹനങ്ങൾ നമ്മൾ കയ്യിൽ വേറെ വരുന്നുണ്ട്. നമ്മളെ കാറ്റലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മളിന്ന് RB മോട്ടോഴ്സിന് ഓൺ ഓഫർ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയ കാറിന്റെ അതേ EMI നമുക്ക് കൊടുക്കാന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേരളത്തിൽ ഇങ്ങും പല ജില്ലകളിൽ നമ്മൾ പോയിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഓഫർ നമുക്ക് കിട്ടുന്ന ആദ്യമായിട്ടാണ്. സോ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ EMI പുതിയ കാർ എടുക്കുന്ന പോലെ. സാധാരണ ഒരു പുതിയ കാറും സെക്കൻഡ് ഹാൻഡ് കാറും തമ്മിലുള്ള അന്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് ലോണില് ഇൻട്രസ്റ്റ് റേറ്റിന് മാറ്റമായിരുന്നു. അതും കൂടി ഇപ്പൊ ഇല്ലാതായിരിക്കുകയാണ്. നല്ലൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. മാക്സിമം ഷെയർ ചെയ്തോളി. ഈ ഓണത്തിന് നല്ലൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവില് നല്ല ഫെസിലിറ്റി എല്ലാ വാഹനങ്ങളും ഓഫർ റേറ്റിൽ കൊടുക്കും. മാക്സിമം നിങ്ങൾ കസ്റ്റമർ വന്ന് വണ്ടി കണ്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാതെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. വില മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പൊ RB മോട്ടോഴ്സിന്റെ ലൊക്കേഷൻ വന്ന് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ്. പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ ഏകദേശം 20 കിലോമീറ്റർ, മഞ്ചേരിയിൽ നമുക്ക് 20 കിലോമീറ്റർ. അപ്പൊ നമുക്ക് ട്രെയിനിലൊക്കെ വരുന്നവരെ സംബന്ധിച്ച് ഷൊർണൂരിൽ നിന്നും നിലമ്പൂർ റോഡിൽ വാണിയമ്പലത്ത് ഇറങ്ങി ഏകദേശം 3 കിലോമീറ്റർ ആണ് നമ്മുടെ RB മോട്ടോഴ്സ് ഉള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് സമയത്തും നമുക്ക് എത്തിച്ചേരാന്നുള്ള നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള സ്ഥലത്താണുള്ളത്. സോ നമുക്ക് മാക്സിമം ലോണ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് ആണെങ്കിലും ഒരു നമ്പറും നമ്മൾ ഐഡ് ചെയ്ത് വെക്കൂല. കാരണം നമ്മൾ RB മോട്ടോഴ്സിന്റെ എംബ്ലോം കാര്യങ്ങളൊക്കെ അതിന് ഒന്നും വെക്കൂല. നിങ്ങൾ ധൈര്യപ്പെട്ട് ഇൻഷുറൻസിലെ ക്ലെയിമോ ഷോറൂമിലെ ക്ലെയിമോ ഹിസ്റ്ററിയൊക്കെ ഈ നമ്പർ നോക്കി മാത്രം കിട്ടും. എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എവിടുന്നാണെങ്കിലും വണ്ടി എടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ റിയാസ് ആൻഡ് സമീർ സൈനിങ് ഓഫ്.